Hello. Hi. First of all, I'm very happy and proud to stand here in this stage because Synthesis എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വികാരമാണ് എന്നെ സംബന്ധിച്ചോളം. ബിക്കോസ് ഞാൻ പഠിച്ചത് സെന്റ് മൈക്കിൾസ് ഗവൺമെന്റിലാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഞാൻ ചെറുപ്പം മുതൽ സെന്റ് തെരേസസ് സ്കൂൾ ഉണ്ടായിരുന്നു, ഗേൾസ് സ്കൂൾ. സോ ഞാൻ ബോയ്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റ് ഗേൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം സെന്റ് തെരേസസ് ആയിരുന്നു നമ്മളെ ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെന്റ് തെരേസസ് എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ്. സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി ഹിയർ. ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും വൈബും എനർജിയും കാണുന്നത് എനിക്ക് മനസ്സിലാവും. ഇവിടെ എല്ലാ ആൾക്കാർക്കും അവരുടെ സ്വപ്നങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ പറ്റിയ ഒരു വേദിയാണ് സെന്റ് തെരേസസ്. അതുപോലെ എൻ്റെ ഒരു സ്വപ്നമായിട്ടാണ് ഞാൻ ഈ കോളേജിലേക്ക് വന്നത്. സോ ധീരം എന്നുള്ള സിനിമ എൻ്റെ ആദ്യ സിനിമയാണ്. അപ്പൊ ആ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് അനൗൺസ്മെന്റ് ഇതുപോലെ ഒരു ക്വീൻസ് അവരുടെ കൂട്ടത്തിൽ അനൗൺസ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബിക്കോസ് ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഒരു രാജകുമാരിയായിരുന്നു. എനിക്കും ഒരു രാജകുമാരിയുണ്ട്, എൻ്റെ ഒരു മോള്. അവരുടെ പിറന്നാളാണ്. അത് കാരണം തന്നെ അങ്ങനെ ഒരു ദിവസം ഈ കോളേജിൽ നിങ്ങളെ കൂടെ വന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയൊരു സന്തോഷം. ധീരം എന്നുള്ള സിനിമ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജോണറുള്ള ഒരു സിനിമയാണ്. ഒരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമയെ അപേക്ഷിച്ച് ഈ സിനിമയിൽ ചില ഒരു വ്യത്യാസമായ ഒരു സംഭവമുണ്ട്. അത് ത്രില്ലറായതുകൊണ്ട് എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഇതുപോലെ ഒരുപാട് ബോൾഡായ രാജകുമാരികളുടെ സിനിമ ആണ് ധീരം. അത് നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും ധീരം എന്ന സിനിമ December 5th നിങ്ങൾ ഒഫീഷ്യലി തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പം എല്ലാവരും ഈ സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഞങ്ങൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഈ കോളേജ് പ്രിൻസിപ്പലും ഞങ്ങളുടെ കൂടെ സഹകരിച്ച സ്റ്റുഡൻസും എൻ്റെ ആത്മാർത്ഥമായ നന്ദി. താങ്ക് യു. Hello, Princess. Hello, hi. Thank you so much for all the ഇത്രയും welcoming ആയിട്ടുള്ള crowd. സത്യം പറഞ്ഞാൽ എങ്ങനെ explain ചെയ്യാൻ അറിയില്ല. And first of all, ദൈവത്തോട് അത് പറയുന്നു. ജിന്നയുടെ പറഞ്ഞ പോലെ തന്നെ സ്വപ്നമാണ്. This is my prime most dream of mine. ഇതുപോലെ പ്രൊഫഷണൽ കോളേജിലേക്ക് വരിക, ഇത്രയും നല്ലൊരു ടൂറിൻ്റെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രീം ട്രൂ ആണ്. ആൻഡ് എല്ലാവരും പോവുക, ആർട്ടിസ്റ്റ് എല്ലാവരും അത്രയും അടിപൊളി ആൾക്കാരാണ്. എനിക്ക് അറിയില്ല ഹൗ എക്സ്പ്ലെയിൻ ഹൗ എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജിന്നേട്ട ഫോർ ഹാവിംഗ് മീ ഓൺ ദ ട്രിപ്പ്. താങ്ക് യു സോ മച്ച് സുരേഷ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ കാണണം. December 5th. ഐ തിങ്ക് എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്, കാണാൻ മനസ്സിലാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. അടുത്തതായി ഇതേപോലെ വളരെ ടാലന്റഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് കൂടെ നമ്മളോടൊപ്പം ഉണ്ട്. ഇറ്റ്സ് നൺ അതർ ദാൻ അവർത്തിക മോഹൻ മാം. മാം, we are eagerly waiting to hear from you as well. What do you have to say? Everyone, hello, namaskaram. You guys are very beautiful. The crowd is beautiful. Thank you for welcoming us, and I'm very happy to be here, to be a part of this group called Dhiran. And I am playing a vital character, and I can't much reveal about it. So I'm very happy. Thank you so much, director Indrajit sir, and the whole team of Dhiran. Thank you so much. അടുത്തതായി മിടുക്കി എന്ന ബ്യൂട്ടി പാജന്റ് കോമ്പറ്റീഷനിലൂടെ നമ്മൾ ഏവരുടെ മനസ്സുകൾ കീഴടക്കിയും അതിലുപരി ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ ചിപ്പിയുമായി നമ്മുടെ മലയാള മനസ്സുകളെ കവർന്നെടുത്ത മറ്റൊരു ബ്യൂട്ടിഫുൾ ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസ് ഇന്ന് നമ്മുടെ ഒപ്പമുണ്ട്. ഇറ്റ് ഈസ് നൺ അതർ ദാൻ റെബ മോണിക്ക ജോൺ. So ma'am, what do you have to say? How does it feel to be here at STC today? Hi everybody. So I studied in a girls' school, and I think the one thing that everybody says when they come, any guest comes to our school or college, is that the kind of energy that we girls have cannot match any other group, right? I want to hear all the girls say yes. But thank you so much. Truly honored to come here, stand in front of you with the entire team of Dhiran. ഒരുപാട് സന്തോഷമുള്ള
കുറേ നാളെ കഴിഞ്ഞാണ് എൻ്റെ ഒരു മലയാള പടം റിലീസാകുന്നത്. ആൻഡ് everybody keeps asking me when are we going to see you in another Malayalam film, and I'm so proud to say Veeram on December 5th is going to be my next, and we have all worked extremely hard on this film, and like Jitin said, it's very different from the other thrillers that we see. So we are so happy, in fact, to start our promotions with this college. This is the very first promotion event of ours, and we couldn't have been more excited to start off from here with the kind of energy, the love and the affection that you guys have. We're truly, grateful and honored. And I just want to say I had a phenomenal experience working with all of them. They're all wonderful, talented people, and you will see that on screen on 5th of December. Please love and support our film. Do watch it. You all are not going to be disappointed. Thank you for having us here, giving you all lots of love. നമസ്കാരം. ഞങ്ങളിങ്ങനെ കയറി വന്നപ്പോൾ തന്നെ സെന്റ് തെരേസാസ് കോളേജിലെ എല്ലാ കുട്ടികളും enjoying getting your awards. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി this is my third time I think coming to St. Teresa's for a new promotion there, because it's my name is Simon Daniel, and that has also been an amazing class. It's another private dance to are they same vibe around you? You girls are awesome. Keep having this is a place where you make memories. So നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ചെറിയൊരു ഭാഗം ഒരു മെമ്മറി ആവുന്നതിന് വളരെ വളരെ സന്തോഷം. അപ്പോൾ വീരം is releasing on December 5th. You see the glimpse of the movie trailer, teaser ഒരു പാട്ട് കണ്ടു. I'm sure you have an idea of what the movie is. ഇതുപോലെ ഇതല്ല, ഇതിലും അതിഗംഭീരമായ കാര്യങ്ങളാണ് ഈ പാക്കിൽ എല്ലാവരും. പിന്നെ നിഷാന്ത് സാഗസ് എല്ലാവരും ഉദ്ദേശിച്ചാണ് അടിപൊളിയായിട്ട് നമ്മളൊക്കെ പെർഫോം ചെയ്യുന്ന ഹാർഡ് വർക്ക് ഉണ്ട്. സോ പ്ലീസ് ഡു ഷെയർ, ഗിവ് us your love, and I will see you on December 5th. Alright guys, and have fun. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി ഈ കുടന്ത് ക്യാമ്പസിലെ കാലുകൊടുത്ത് വിളിച്ചത് ആ അനുഭവം നടന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പഠിച്ചത് കോളേജ് സ്കൂളാണ് പഠിച്ചത്. +2 വരെ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അപ്പം ഇത്രയും നല്ല രസമുള്ള കാര്യം കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ഈ പണി എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നൊരു സിനിമയാണ് വീരം എന്ന് പറയുന്ന പടം. അപ്പോൾ ഈ പടത്തിന് പടത്തിന് നമുക്ക് സപ്പോർട്ട് വീരം നമുക്ക് സിനിമയ്ക്ക് എല്ലാവരും തരുന്നതിന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സിനിമ അതിനാണ് സിനിമ മാത്രമല്ല ഇതിന് വന്ന നല്ലൊരു ഡയറക്ടറും അതൊരു ലോജിക്കാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യില്ലേ. താങ്ക് യു. അടിപൊളി. താങ്ക് യു. Yes, അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. ഉണ്ടാവില്ലേ? Yes. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൊമെന്റ്സ് ആണ്. It is none other than the man, the legend, and the most versatile and ever evolving actor of the Malayalam film industry, and it is none other than Indrajit Sukumaran. Hello everyone. എല്ലാവർക്കും നമസ്കാരം. ഒരു ഫാമിലി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുപാട് ആത്മബന്ധം പുലർത്തുന്ന ഒരു കോളേജാണ് സെന്റ് തെരേസാസ് കോളേജ്. എൻ്റെ വൈഫ് പൂർണിമ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ പൂർണിമ പരിചയപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ മോള് ഇവിടെ പഠിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് വെരി ഡീപ് ആൻഡ് എവരിവൺ വീട്ടിലാണെങ്കിലും ഞാനിതിന് മുമ്പ് 2-3 പ്രാവശ്യം കോളേജിൽ വന്നിട്ടുണ്ട്. റീസൺ വീക്കിലും ആണെന്ന് തോന്നുന്നു, കുറച്ച് കാലമായി. പക്ഷേ എപ്പോഴും വീട്ടിൽ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സെന്റ് തെരേസാസ് കോളേജ്, ഇവിടുത്തെ എക്സ്പീരിയൻസ്, ഇവിടെ പഠിച്ചെന്ന് കാണാൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ കോളേജിനെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ എനിവേസ് ഇന്നിവിടെ ഈ ഒരു പഠനത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഇവിടെ എത്തി നിങ്ങളോടൊപ്പം സമയം കൊടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മ്യൂസിക്കൽ ത്രില്ലറാണ്. ഇവിടെ ഇതിന് സൂചിപ്പിച്ചത്. പക്ഷേ ഇവരാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇത്രയധികം ഫീമെയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്ത് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന്.
ബിക്കോസ് ഇത് മാത്രമല്ല ഇനിയുണ്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ചിലപ്പോൾ തുടരാൻ സാധിച്ചില്ല. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇൻറ്റൻസ് ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇവിടെ ക്യാരക്ടേഴ്സാണ്. ആൻഡ് ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്. ഇറ്റ്സ് ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് എ ഹോൾ ഡിഫറൻസ് ഫ്രം വാട്ട് അതർ ത്രില്ലേഴ്സ് ആർ. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ ത്രില്ലർ പറയുമ്പോൾ നമ്മളൊരു കഥയുടെ രീതി ഒരു കോമൺ ടെംപ്ലേറ്റ് എല്ലാ സിനിമകളിലും ഉണ്ടാവും. കുറച്ച് കൊലപാതകങ്ങൾ നടക്കുന്നു, അതിന് ഇൻവെസ്റ്റിഗേഷൻ കഥകളിൽ പോകുന്നു. പക്ഷേ ധീരം എവിടെയാണ് ഡിഫറെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാണിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യുന്ന രീതി വിഷ്വലി വളരെ ഡിഫറെൻ്റാണ്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇതിൽ ആരൊക്കെയാണ് ബന്ധപ്പെട്ടത് എന്ന് പറയുന്ന ഒരു കഥ എനിക്ക് തോന്നുന്നില്ല മലയാള പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ ഒരു മേഖലയാണ് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് വെരി നമുക്ക് ഈ സിനിമയിൽ നമ്മൾ കുറേ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിനെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമകളാണ് ധീരം. അത് കാരണം ബാധിക്കപ്പെടുന്ന യുവാക്കൾ എന്നാൽ ഇൻഡയറക്ട്ലി ബാധിക്കപ്പെടുന്ന മനുഷ്യരാണ്. അങ്ങനെ ഒരുപാട് പേര് എന്താ പറയുന്ന ഒരു സിനിമയാണ് ധീരം. സോ വി ട്രൈ ടു മേക്ക് വെരി എൻറ്റർടൈനിങ് ഫോർ യു ഓൾ. വളരെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ അമേസിംഗ് ആയിട്ട് വളരെ എൻഗേജിംഗ് ആയിട്ട് സിനിമ ഒരുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ റിലീസിംഗ് ഓൺ December 5th. തന്നെയല്ല ഇതിനെപ്പോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ ടൂറിൽ ഒരുപാട് ആൾക്കാർ പുതിയ ആൾക്കാരാണ്. നമ്മുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ് ധീരം. സോ കോൺടാക്ട് ഡെഫിനറ്റ്ലി ആസ് എ ഗ്രൂപ്പ് ആസ് എ കോളേജ് വി എക്സ്പെക്ട് യുവർ സപ്പോർട്ട് ഫോർ ദിസ് ഫിലിം. എല്ലാവരും ഈ സിനിമ December 5th റിലീസ് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ അഭ്യർത്ഥിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ. താങ്ക് യു വെരി മച്ച്.